ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുക്കുന്ന പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. തയ്യൂർ IIT വികസിപ്പിച്ച ഹൈപ്പർലൂപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. മിസോറാമിലെ ജനങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസം റൈഫിൾസ് ആസ്ഥാനം മധ്യ ഐസ്വാളിൽ നിന്ന് സഖൌസാങ്ങിലേക്ക് മാറ്റുന്നത് മിസോറാമിന്റെ വികസനത്തിനായുള്ള സുപ്രധാന തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക ജലദിനത്തോടനുബന്ധിച്ച് ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 24-25 തീയതികളിൽ തിരുവനന്തപുരത്ത് പരിസ്ഥിതി സംഗമം സംഘടിപ്പിക്കും. ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പരിപാടി 24 വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജലസുരക്ഷ, മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ, പരിസ്ഥിതി പുനഃസ്ഥാപനം തുടങ്ങിയവയാണ് പ്രധാന വിഷയങ്ങൾ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ അത്യാധുനിക റേഡിയേഷൻ ചികിത്സ ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ക്യാൻസർ കോശങ്ങളിൽ മാത്രം കൃത്യമായ റേഡിയേഷൻ നൽകാൻ സാധിക്കുന്ന നൂതന സാങ്കേതിക വിദ്യയായ SGRT ചികിത്സയാണിത്. സർക്കാർ മേഖലയിൽ ആദ്യമായാണ് ഈ ചികിത്സാ സംവിധാനം സജ്ജമാക്കിയതെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള പരമാവധി പേർക്ക് തൊഴിൽ നൽകുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഫിഷറീസ് വകുപ്പിന്റെ തൊഴിൽ തീരം നൈപുണ്യ പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ തിരൂർക്കാട് KSRTC ബസും ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 21 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. മണർക്കാട് സ്വദേശി ശ്രീനന്ദയാണ് മരിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് പുല്ലൂരാംപാറ പള്ളിപ്പടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പൊന്നാങ്കയം സ്വദേശി അജയ് ഷിബുവാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടാണ് അപകടം. കോഴിക്കോട് ചെട്ടിക്കുളം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷന്റെ എല്ലാവർക്കും ആരോഗ്യം എന്ന ആരോഗ്യ നയം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ചെട്ടിക്കുളത്ത് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സ്ഥാപിച്ചത്. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സബ് ഇൻസ്പെക്ടർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. തൃശൂർ കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിക്കും. ഈ വർഷത്തെ സംസ്ഥാനതല ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് വർണ്ണപ്പകിട്ടിന് നാളെ തുടക്കമാകും. ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ മന്ത്രി R ബിന്ദു നിർവഹിക്കും. നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഫെസ്റ്റിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്ത് ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. കേരളത്തിലെ പ്രാദേശിക രുചി വൈവിധ്യങ്ങളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യ ടൂറിസത്തിന് പ്രാധാന്യം നൽകി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എസ്പോർ 2025 തൊഴിൽമേള മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള പുരസ്കാരങ്ങൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ തിങ്കളാഴ്ച സമ്മാനിക്കും. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനാകും. വിദ്യാർത്ഥികൾക്കിടയിൽ വായന ലഹരിയാക്കി മാറ്റാൻ കഴിയണമെന്ന് മന്ത്രി VN വാസവൻ. അക്കാദമിക മികവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉപഭോക്തൃ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായുള്ള സർക്കാർ ഇടപെടലുകൾ കൂടുതൽ ശക്തമാക്കുമെന്ന് മന്ത്രി GR അനിൽ. ലീഗൽ മെട്രോളജി വകുപ്പ് സംഘടിപ്പിച്ച ഉപഭോക്തൃ ദിനാചരണം ലീഗൽ മെട്രോളജി ഭവനിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 222 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 234 പേർ അറസ്റ്റിലായി. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ജയം തുടർന്ന് ഗോകുലം കേരള. എവേ മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് ഒഡീഷ FCയെയാണ് ഗോകുലം പരാജയപ്പെടുത്തിയത്. സംസ്ഥാന സർക്കാർ അപൂർവ രോഗപ്രതിരോധ രംഗത്ത് നടപ്പാക്കിയ കെയർ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ നൈതിക ബാധ്യതയുടെ തെളിവാണെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്ത്യൻ അക്കാദമി ഓഫ് ന്യൂറോളജി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലണ്ടനിലെ സെൻട്രൽ ബാങ്കിൽ നൽകുന്ന 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടു. റിസർവ് ബാങ്ക് വികസിപ്പിച്ചെടുത്ത പ്രവാഹ് സാർത്തി എന്നീ ഡിജിറ്റൽ സംരംഭങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.